ഗായ്സ് നമ്മളിപ്പോ പാല് മേടിക്കാൻ വന്നേക്കാണ്. അത് ബയോന്റെ ഫ്രഷ് മിൽക്ക് മേടിക്കാൻ. ഫ്രഷ് മിൽക്ക്. ബാക്കില് പശുവിനെ നടന്നോണ്ടിരിക്കണ്. ഞങ്ങളിവിടെ മെഷീന്നതേ സാധനം മേടിക്കണ്. കണ്ടില്ലേ? ഇതാണ് ഗായ്സ് നമ്മുടെ അമ്മിണിക്കുട്ടി. ഇത് നമ്മുടെ സാറക്കുട്ടി. ഇത് നമ്മുടെ തങ്കമ്മ. സേ ഹലോ, ഹായ്. അത്രേ ഉള്ളൂ ഗായ്സ്. ഇതാണ് ജർമ്മനിലെ പശുക്കള്. കണ്ട രമേശ എന്തുണ്ട്? ഏയ് തങ്കമ്മ ചേസ് കൊടു. ചേസ്. ഇവൻ മുറ്റാന്ന് തോന്നുന്നുണ്ട്. ആക്രമിക്കും നമ്മളെ. പാവം പിഞ്ചു കുഞ്ഞ്. ദേ ഒരു സുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി. വാവ്, ബ്യൂട്ടിഫുൾ. നമ്മളെ തെറി പറയാനായിട്ട് ആരുമില്ല ഗായ്സ്. അതന്നെ വലിയ കാര്യം. അടിപൊളി ഗായ്സ്. ഞാൻ കുറെ നോക്കി ആരെങ്കിലുമൊക്കെ തെറി പറയാറുണ്ടോന്ന്. എന്തോ ഇതിനാരും കണ്ടില്ല. ഇവരിവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ക്രഷ് ചെയ്തിട്ട് മെഷീനിൽ കയറി ക്രഷ് ചെയ്തിട്ട് ഉള്ള സാധനമാണ്. നേരെ ഈ ചോളം അതൊക്കെ ആയിരിക്കാം. ചോളം തന്നെ. എൻ്റെ മോനെ എന്തേ നമ്മള് ആഗ്രഹിച്ച ആളെ കിട്ടിയടോ. ശിവന് ഇച്ചിരി അഗ്രസീവാന്ന് തോന്നുന്നുണ്ട്. മച്ചാനെ ഇതുണ്ട് മച്ചാനെ. സുഖമാണോ അവിടുത്തെ ജീവിതമൊക്കെ? നീ പറഞ്ഞേ എന്തുണ്ട്? ഇങ്ങോട്ട് നോക്ക്. ക്യാമറ നോക്കിയേ. കണ്ട, വെറും 15 സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരെയും കാണാൻ നോക്ക്. ഇവിടെ നോക്കിയ തല നോക്കിയ നീ. എൻ്റെ മോനെ മുന്തിരി നമ്മൾ 1.49 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് മുന്തിരി കിട്ടും. ഇവിടെ 1/2 കിലോന് കൊടുക്കണം 3 യൂറോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഫ്രഷാണ്. ഇപ്പോൾ പറിച്ചാന്നൊക്കെയാണ് അവർ പറയണത്. നമുക്ക് ഇതിനെപ്പറ്റി കണ്ടിട്ടില്ല. അതുപോലെ ബയോ ചില്ലി മുളക് അവർ പൊട്ടിച്ചെടുക്കണമെന്നാണ് അവർ പറയണത്. അതുകൊണ്ടാണ് അതിന് 2 യൂറോ വന്നത്. നമുക്ക് മറ്റേ ഈ സ്പൈഡർ സ്റ്റേക്ക് എന്താണെന്ന് അറിയോ? ഈ മറ്റേ നമ്മളെ പശുവിന്റെ ഷോൾഡർ ഏരിയ ഉണ്ടാവില്ലേ, ഈ ഏരിയ ചന്തിന്റെ ഏരിയ, അവിടുന്ന് കട്ട് ചെയ്യണ. സോറി ഗായ്സ്, സ്പൈഡർ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചലന്തി ഒന്നല്ല, ഇങ്ങനെ സംഭവമാണ്. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ, ഇപ്പൊ മനസ്സിലായി. അതുപോലെ സബോള 2 എടുക്കണതിന് 1 യൂറോ. ഇതിന്റെ ഇത് സ്വർണം കൊണ്ടാണ് ഉള്ളു നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ സ്വർണം കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അതെ, ഇതൊരെണ്ണത്തിന് 200 രൂപയാണ്. ഒരെണ്ണത്തിന് 2 യൂറോ ഗൈസ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പൊളിയും. പിന്നെ ടൊമാറ്റോ 3 യൂറോ. അത് 350 ഗ്രാമിന്. നമുക്ക് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ 2 യൂറോയ്ക്ക് കിട്ടും. പക്ഷെ ഇത് ഫ്രഷാന്ന് പറയണതുകൊണ്ടായിരിക്കാം ഇത്രയും പൈസ വന്നത്. പല ഉരുളക്കിഴങ്ങ്. ഇത് മാത്രം നമുക്ക് ഇച്ചിരി ലാഭത്തിലല്ല, ഇച്ചിരി വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിലെ പ്രൈസ് കേൾക്കുമ്പോൾ ലാഭം എന്ന് കേൾക്കുന്നത് ഇതാണ് ഗായ്സ്, ഉരുളക്കിഴങ്ങ്. അങ്ങനെ ചെടിയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അത് ഫ്രഷാന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. ചിലപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഫ്രഷ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് നല്ല സാധനം കഴിക്കാം. ചലന്തിയുടെ സ്പൈഡർ സ്റ്റിക്ക്, ഇതൊന്നും ജന്മത്തിൽ കണ്ടിട്ട് പോലില്ല ഞാൻ. ചലന്തിയുടെ ഇറച്ചി 33 യൂറോ. നാട്ടിൽ നമ്മുടെ 3300 രൂപ വരും. അല്ല, 3300 എക്സാക്ട്ലി അല്ല, അതിൽ കൂടുതൽ വരും.